തൻ്റെ പ്രിയതമയ്ക്കായുള്ള കല്യാണ സൗഗന്ധികം തേടിയുള്ള ഭീമസേനൻ്റെ യാത്ര. ആ വേള ഭീമസേനനെ പരീക്ഷിക്കുവാനായി ഭീമസേനന് ഭാവിയിൽ വരാനിരിക്കുവാനുള്ള എല്ലാ കടമ്പകൾക്കുമുള്ള ഉത്തരവും അതിനായുള്ള വഴി കാട്ടുവാനുമായി ഭീമസേനനെ പരീക്ഷിക്കുവാനായി ഭീമസേനന്റെ ജ്യേഷ്ഠനാകുന്ന വായുപുത്രൻ ശ്രീ ഹനുമാൻ ഒരു വൃദ്ധനായ വാനരന്റെ രൂപം ധരിച്ചുകൊണ്ട് വഴിമാർഗെ കിടക്കുന്നു. എന്നാൽ ഭീമസേനന്റെ അഹങ്കാരം മനസ്സിലാക്കിയ അഥവാ താൻ എന്ന ഭാവം മനസ്സിലാക്കിയ അവന് മുൻപിൽ തന്റെ ബലം ഒന്നുമല്ലെന്ന് തെളിയിച്ചു കൊടുക്കുന്നു. 10,000 ഗജങ്ങളുടെ ശക്തിയുള്ള ആ ഭീമസേനന് മനസ്സിലായിരിക്കുന്നു തന്റെ മാർഗമധ്യേ കിടക്കുന്ന വാനരൻ നിസ്സാരക്കാരൻ അല്ല എന്ന്. അതിനാൽ തന്നെ അവൻ ആരാണെന്ന് അറിയുവാൻ അദ്ദേഹം വെമ്പൽ കൊണ്ടു. അതിന് മറുപടിയായി ശ്രീ ഹനുമാൻ തൻ്റെ യഥാർത്ഥ സത്വം മനസ്സിലാക്കി കൊടുക്കുന്നു ഭീമസേനന് മുൻപാകെ. ശേഷം ഹനുമാൻ ഇപ്രകാരം പറയുന്നു: തൻ്റെ സ്വാമി ഭാര്യ അപഹരിക്കപ്പെട്ടപ്പോൾ അനുജനോടുകൂടി രാഘവൻ ഭാര്യയെ അന്വേഷിച്ച് നടന്നു. അങ്ങനെ നടക്കുന്ന സമയത്ത് മലയുടെ മുകളിൽ വെച്ചുകൊണ്ട് സുഗ്രീവൻ എന്ന വാനര ശ്രേഷ്ഠനെ കണ്ടെത്തി. മഹാനായ രാഘവൻ അവനുമായി സഖ്യം ചേർന്നു. ബാലിയെ കൊന്ന് സഖ്യപ്രകാരം രാമൻ സുഗ്രീവനെ രാജാവാക്കി വാഴിച്ചു. രാജ്യം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം സുഗ്രീവൻ സീതാന്വേഷണത്തിനായി 100ഉം 1000ഉം വാനരന്മാരെ പറഞ്ഞുവിട്ടു. അങ്ങനെ കോടി വാനരന്മാരോട് കൂടി ഞാനും സീതയെ തിരയുവാൻ തെക്കൻ ദേശത്തിലേക്ക് വന്നു ചേർന്നു. മഹാത്മാവായ സമ്പാദി എന്ന കഴുകനിൽ നിന്നും സീത രാവണന്റെ ഗ്രഹത്തിലുണ്ടെന്ന് അറിവ് കിട്ടി. ആക്ലിഷ്ടകാരിയായ രാമന്റെ കാര്യസിദ്ധിക്ക് വേണ്ടി ഞാൻ 100 യോജന വിസ്താരമുള്ള കടൽ ചാടിക്കടന്നു. സുതോപരമായ സീതയെ രാവണന്റെ ഗ്രഹത്തിൽ ഞാൻ ചെന്ന് കണ്ടു. ഭാരതശ്രേഷ്ഠ അനുജ ഭീമ, രാഘവന്റെ പ്രിയയായ സീതയെ കണ്ടതിന് ശേഷം കോട്ടയും കൊത്തളവും ചേർന്ന് ലങ്ക ചുട്ടരിച്ച് ഇവിടെ തിരിച്ചു വന്നു. എൻ്റെ വാക്കുകൾ കേട്ട ഉടനെ തന്നെ രാജീവലോചനനായ രാമൻ സൈന്യങ്ങൾക്ക് വേണ്ടി ആലോചനാപൂർവം മഹോദതയിൽ സേതു ബന്ധിച്ചു. അനേക കോടി വാനരന്മാരോടുകൂടി സമുദ്രം കടന്ന് രാമൻ തൻ്റെ വീര്യത്താൽ സർവ്വരാക്ഷസന്മാരെയും കൊന്നു. രാക്ഷസഗണത്തോടൊപ്പം ലോകദ്രോഹിയായ രാവണനെ ബന്ധുപുത്രാദികളോടുകൂടി സംഹരിച്ചു. പിന്നീട് ലങ്കാരാജ്യത്തിലെ രാജാവായി ധാർമ്മിഷ്യനും ഭക്തിമാനുമായ വിഭീഷണനെ വാഴിച്ചു. നഷ്ടപ്പെട്ട വേദശ്രുതിയെ എന്ന പോലെ ഭാര്യയെ വീണ്ടെടുത്തു. ശ്രീമാനായ രാമൻ സ്വായത്തമാക്കി. അതിവേഗം തന്നെ സ്വനഗരത്തിലേക്ക് രാമൻ പുറപ്പെട്ടു. അയോധ്യാപുരിയിൽ പ്രവേശിച്ചു. നൃപതിസത്തമനായ രാമൻ രാജ്യപ്രതിഷ്ഠ സ്വീകരിച്ചു. ഞാനും രാജീവലോചനനായ രാമനോടും വരം ചോദിച്ചു. അത് ഇങ്ങനെയായിരുന്നു: ഹേ രാമ, ഭവാന്റെ കഥ ലോകത്തിൽ എത്ര കാലത്തോളം നിലനിൽക്കുന്നുവോ അത്ര കാലത്തോളം ഞാൻ ജീവിച്ചിരിക്കണം. എൻ്റെ ആഗ്രഹം പോലെ അങ്ങനെയാകട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം സീതാപ്രസാദം കൊണ്ട് എനിക്കന്ന് ശത്രുഹന്താവേ ഭീമസേന ദിവ്യഭോഗങ്ങൾ യഥേഷ്ടം ലഭിക്കുന്നു. 11,000 വർഷം രാജ്യം ഭരിച്ചതിന് ശേഷം ശ്രീരാമൻ പിന്നെ സ്വഭവനത്തിലേക്ക് പോയി, അതായത് സ്വർഗം പ്രാപിച്ചു. അതുമല്ലെങ്കിൽ വൈകുണ്ഠം സ്വീകരിച്ചു. എന്നാൽ ഇവിടെ അപ്സര സ്ത്രീകളും ഗന്ധർവന്മാരും ഇപ്പോഴും ആ വീരനായ രാമന്റെ ചരിതം പാടി നടക്കുന്നു. ഭീമസേന, അതുകൊണ്ട് ഞാൻ ദേവമാർഗം തടുത്തത്. ഭവാനെ ആരും ദർശിക്കുന്നതോ ശപിക്കുന്നതോ എനിക്ക് വിചാരിക്കുവാൻ പോലും സാധിക്കില്ല. ഇത് ദിവ്യമായ ദേവമാർഗം ആകുന്നു. ഇതിലെ മർത്യർ പോകുകയില്ല. നീ അന്വേഷിച്ചു വന്ന ഈ മാർഗത്തിലൂടെ തന്നെ പോകുക. ഇതാണ് അതിലേക്കുള്ള വഴി. ഇപ്രകാരം ഹനുമാനിൽ നിന്നും കാര്യങ്ങൾ ഗ്രഹിച്ച ഭീമസേനൻ വളരെ സന്തോഷത്തോടെ ഭ്രാതാവിനെ നമസ്കരിച്ചുകൊണ്ട് അനന്തരം ഭംഗിയായി ആ കീശകനോട് ഇപ്രകാരം പറഞ്ഞു: ജ്യേഷ്ഠ, ഭവാനെ കാണുകയാൽ എന്നെപ്പോലെ ധന്യന്മാരാരും തന്നെ ഉണ്ടാകില്ലെന്ന് ഞാൻ കരുതുന്നു. ഭവാനെ കണ്ടതുമൂലം ഞാൻ അനുഗ്രഹീതൻ ആയിത്തീർന്നിരിക്കുന്നു. എനിക്ക് ഇഷ്ടമായൊരു കാര്യം ഭവാൻ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
മത്സ്യങ്ങളുടെ ആലയമായ കടൽ. ഭവാൻ ചാടിക്കടക്കുന്ന സമയത്ത് ഭവാൻ എടുത്ത ആ ബൃഹത്തായ രൂപം കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതൊന്ന് കാണിച്ചു തരണം. എന്നാൽ ഞാൻ സന്തുഷ്ടനാകും. ഇപ്രകാരം പറഞ്ഞപ്പോൾ തേജസ്വിയായ ആ കവിശ്രേഷ്ഠൻ പുഞ്ചിരി തൂക്കി പറഞ്ഞു, അത് കാണുവാൻ നിനക്ക് സ്വായത്തമല്ല. അപ്രകാരം മറ്റാർക്കും കാണുവാൻ അത് സാധ്യമല്ല. അന്നത്തെ കാലത്തെ സ്ഥിതി അത് വേറെ തന്നെ ആയിരുന്നു. ഇക്കാലത്തത് ഇല്ല. കൃതയുഗത്തിൽ വേറെ, ത്രേതായുഗത്തിൽ വേറെ, ദ്വാപരയുഗത്തിൽ വേറെ. ഇങ്ങനെ അവസ്ഥ യുഗത്തിൽ മാറിക്കൊണ്ടേയിരിക്കുന്നു. തകർന്നുകൊണ്ടേയിരിക്കുന്ന കാലമാണ്. ഇന്ന് ആ രൂപവും എനിക്കില്ല. ഭൂമി, നദി, വൃക്ഷങ്ങൾ, കുന്ന്, സിദ്ധന്മാർ, ദേവന്മാർ, മഹർഷിമാർ ഇവരെല്ലാം യുഗം തോറും കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. മറ്റ് വസ്തുക്കളൊക്കെയും അങ്ങനെ തന്നെ ആകുന്നു. ശക്തിയും ദേഹപ്രഭാവാദികളും കുറഞ്ഞുകൊണ്ട് വരുന്നു. അതുകൊണ്ട് ആ രൂപം ഇന്നും കാണുവാൻ സാധിക്കുകയില്ല കുരുശ്രേഷ്ഠ. ഞാൻ യുഗത്തിനനുസരിച്ച് നിൽക്കുന്നവനാകുന്നു. കാലത്തിൻ്റെ അതിക്രമവും ആർക്കും സാധ്യമല്ല. ജ്യേഷ്ഠൻ്റെ ഈ വാക്കുകൾ കേട്ട ഭീമസേനൻ ഇങ്ങനെ പറഞ്ഞു, യുഗസഖ്യങ്ങളും ഓരോ യുഗത്തിലെ യുഗാചാര്യങ്ങളും ധർമ്മകർമ്മങ്ങളും കർമ്മവീര്യങ്ങളും ജന്മ മരണങ്ങളും സംബന്ധിച്ച് ഭഗവാൻ പറഞ്ഞാലും അവയെക്കുറിച്ച് ഞാൻ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. അനുജന്റെ വാക്കുകൾ കേട്ട ഹനുമാൻ ഇപ്രകാരം പറഞ്ഞു, ഉണ്ണി, സനാതനധർമ്മം സമ്പൂർണമായി നിലനിൽക്കുന്നത് കൃതയുഗത്തിൽ അഥവാ സത്യയുഗത്തിൽ ആകുന്നു. നല്ലതായ ആ യുഗത്തിൽ സർവരും കൃതകൃതന്മാർ ആകുന്നു. ആ ഉത്തമമായ യുഗകാലത്ത് ആർക്കും യാതൊരു കർത്തവ്യവും ഇല്ല. അന്ന് ധർമ്മം തളരുകയോ പ്രജകൾ ക്ഷയിക്കുകയോ ചെയ്യുകയില്ല. അതുകൊണ്ടാണ് കൃതയുഗം സർവോത്തമമായി തീർന്നിരിക്കുന്നത്. അന്ന് ദേവന്മാരും ദാനവന്മാരും ഗന്ധർവന്മാരും യക്ഷന്മാരും രാക്ഷസന്മാരും പന്നകന്മാരും ക്രയവിക്രയങ്ങൾ അന്നുണ്ടായിരുന്നില്ല. ഋഗ്, യജുർ, സാമവേദങ്ങൾ, കൃഷി മുതലായവ മനുഷ്യന്റെ ക്രിയയോ അന്നുണ്ടായിരുന്നില്ല. അന്നത്തെ ഒരേ ധർമ്മം സന്യാസമാണ്. വെറുതെ ധ്യാനിച്ചാൽ മാത്രം മതി, അന്ന് സർവ്വതും ലഭിക്കുമായിരുന്നു. ആ യുഗത്തിൽ വ്യാധികളോ ഇന്ദ്രിയക്ഷയങ്ങളോ അസൂയയോ ദുഃഖമോ ഗർവോ കപടമോ വൈരാഗ്യമോ ആലസ്യമോ ദേഷ്യമോ പരദൂഷണമോ ഭയമോ ഈർഷ്യയോ മത്സരമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അന്ന് സർവഭൂതാത്മാവായ നാരായണൻ വെള്ള നിറത്തിലുള്ളവൻ ആയിരുന്നു. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യർ, ശൂദ്രർ എന്നിവർക്ക് ശമം, ദമം, തപസ് മുതലായ ലക്ഷണങ്ങൾ കൃതയുഗത്തിൽ ഉണ്ടായിരുന്നു. അന്ന് സർവ പ്രജകളും സ്വകർമ്മ നിരതരായിരുന്നു. ആശ്രയം, ആചാരം, ജ്ഞാനം എന്നിവയൊക്കെ എല്ലാവർക്കും തുല്യം തന്നെ ആയിരുന്നു. അവ മൂന്നും ബ്രഹ്മവിഷയങ്ങൾ മാത്രമായിരുന്നു അന്ന്. പ്രജകൾ ഏവരും ഒരുപോലെ തന്നെ കർമ്മം ചെയ്യുന്നവരും ആയിരുന്നു. അന്ന് ഒരേ ദൈവവും പ്രണവമെന്ന ഒരു മന്ത്രവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ത്രേതായുഗത്തെ പറ്റി പറയാം. ഇനി ത്രേതായുഗം ഇപ്രകാരം ആകുന്നു. ത്രേതായുഗത്തിൽ യജ്ഞങ്ങളുടെ ആരംഭം ആരംഭിച്ചു. നാരായണൻ അന്ന് രക്തവർണ്ണൻ ആയിരുന്നു. ധർമ്മത്തിൻ്റെ ഒരു പാദം, അതായത് കാൽഭാഗം അന്ന് കുറഞ്ഞു. മനുഷ്യർ സത്യത്തിൽ മാത്രം പ്രവർത്തിക്കുന്നവരും ക്രിയധർമ്മങ്ങളിൽ തൽപരരും ആയിരുന്നു. യജ്ഞങ്ങളും കർമ്മങ്ങളും ക്രിയകളും ആ യുഗത്തിൽ വിവിധയിടങ്ങളിലായി പരിണമിച്ചു. അന്നത്തെ ഭാവ സങ്കല്പങ്ങളും ക്രിയാദാനങ്ങളും ഫലം നോക്കിയുള്ളവ ആയിരുന്നു. സ്വധർമ്മത്തിൽ വിശ്വസിക്കുന്നവരും കർമ്മനിരതരും ആയിരുന്നു ത്രേതായുഗത്തിലെ മനുഷ്യർ. ദ്വാപരത്തിൽ ധർമ്മത്തിൻ്റെ 2 പാദങ്ങൾ, അതായത് പകുതി നിർജീവമായി തീർന്നിരിക്കുന്നു. ഇന്ന് വിഷ്ണു പീതവർണ്ണനാണ്. വേദം 4 പിരിയുന്നത് ഈ യുഗത്തിൽ ആകുന്നു. ചിലർ ചതുർവേദന്മാരും ചിലർ ത്രിവേദന്മാരും ചിലർ ദ്വിവേദന്മാരും ചിലർ ഏകവേദന്മാരും ആകുന്നു. കൂടാതെ ചിലർ ഹീനന്മാരും ആകുന്നു. അങ്ങനെ പലതരം വിഭാഗങ്ങൾ മനുഷ്യരിൽ ഉണ്ടാകുന്നു. രജോ ഗുണപ്രധാനമാണ് ദ്വാപരയുഗം. ഏകദൈവത്തെക്കുറിച്ചുള്ള അജ്ഞാനത്താൽ വേദങ്ങളെ
പല രൂപത്തിൽ മാറ്റപ്പെടും. ബുദ്ധിക്ഷയം മൂലം മർത്യന്മാർ സത്യം കാണാതാകും. സത്യത്തെ അവഗണിക്കുന്നത് കാരണം പലതരത്തിലുള്ള രോഗങ്ങൾ ബാധിക്കും. മോഹങ്ങളും ഉപദ്രവങ്ങളും ദൈവവിഹിതമായി വർദ്ധിക്കും. അവ മൂലം മനുഷ്യൻ ഏറ്റവും പീഡിതനായി ഭവിക്കും. ചിലർ സുഖത്തെയും ചിലർ സ്വർഗത്തെയും കാമിച്ച് യജ്ഞത്തിലും തപസ്സിലും ഏർപ്പെടും. അങ്ങനെ ദ്വാപരത്തിൽ അധർമ്മത്താൽ പ്രജകൾ ക്ഷയിക്കും. കലിയുഗത്തിൽ ധർമ്മത്തിന് ഒരു പാത മാത്രമായി നിൽക്കേണ്ടതായി വന്നുകൂടും. തമോ ഗുണപ്രധാനമായ ആ യുഗത്തിൽ കേശവൻ കൃഷ്ണവർണ്ണനായി ഭവിക്കും. ധർമ്മയജ്ഞ ക്രിയാദികളും ഇല്ലാതായി ഭവിക്കും. അതിവൃഷ്ടി അനാവൃഷ്ടി മുതലായവ ബാധിക്കും. ആദിവ്യാധികൾ, ആലസ്യം, ക്രോധം മുതലായ ദോഷങ്ങൾ, വിശപ്പ്, ഭയം മുതലായ പല ഉപദ്രവങ്ങളും വർദ്ധിക്കും. യുഗം മാറുന്നതിന് അനുസരിച്ച് ധർമ്മവും ഭേദിക്കും. ധർമ്മം നശിച്ചാൽ ലോകം നശിക്കും. ലോകം ക്ഷയിക്കുന്നതോടുകൂടി ലോകത്തെ പ്രവർത്തിപ്പിക്കുന്ന ഭാവങ്ങളും മാഞ്ഞു പോകും. ചതുർയുഗത്തിലെ പ്രത്യേകതകളെക്കുറിച്ചും അതിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും പരിവർത്തനങ്ങളെക്കുറിച്ചും ഭീമസേനോട് ജ്യേഷ്ഠനായ വായുപുത്രൻ ഹനുമാൻ ഇപ്രകാരം പറഞ്ഞ് നൽകി.